മനുഷ്യന്റെ ചരിത്രം യുഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. ശിലായുഗത്തിനു ശേഷം മനുഷ്യ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാന കാലഘട്ടമാണ് വെങ്കലയുഗം. ചെമ്പിനെ ടിൻ, ആർസനിക് പോലുള്ള ലോഹങ്ങളുമായി ചേർത്ത് ഉരുക്കിയപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയത് കൂടുതൽ ശക്തിയുള്ള ഒരു ലോഹം വെങ്കലം. ടിൻ അപൂർവമായതിനാൽ എല്ലാവിടത്തും വെങ്കലം നിർമ്മിക്കാൻ സാധിച്ചില്ല. അതിനാൽ വ്യാപാരവും കൈമാറ്റവും മനുഷ്യരെ കൂടുതൽ ബന്ധിപ്പിച്ചു. വെങ്കലയുഗം നഗരങ്ങളുടെ കാലമായിരുന്നു. മെസൊപ്പൊട്ടേമിയയും ഈജിപ്തും പോലുള്ള പുരാതന നാഗരികതകൾ ഈ കാലഘട്ടത്തിലാണ് വളർന്നത്. മനുഷ്യ ചരിത്രത്തിലേക്കാളും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് എഴുത്തണം. ഇത് വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സംഭാവനയാണ്. മെസൊപ്പൊട്ടേമിയയിൽ ആദ്യ നഗരങ്ങളും എഴുത്തും രൂപപ്പെട്ട്. ഈജിപ്തിൽ നൈൽ നദീതടത്തിൽ ശക്തമായ ഭരണവും പിരമിഡുകളും ഉയർന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇൻഡസ് താഴ്വര സംസ്കാരം ക്രമബദ്ധമായ നഗരജീവിതം സൃഷ്ടിച്ചു. ചൈനയിൽ വെങ്കലം ആചാരങ്ങൾക്കും രാജകീയ കലകൾക്കും ഉപയോഗിച്ചു. യൂറോപ്പിൽ വെങ്കല ആയുധങ്ങൾ യോദ്ധാ സംസ്കാരത്തെ ശക്തിപ്പെടുത്തി. വ്യാപാര പാതകൾ കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിച്ചു. വെങ്കലയുഗം ഒരു ലോഹത്തിന്റെ കഥ മാത്രമല്ല, അത് മനുഷ്യന്റെ ബുദ്ധിയുടെയും സംസ്കാരങ്ങളുടെയും നാഗരികതയുടെ ജനനകഥയാണ്.